നാരായൺജിയെ ഒരു ദിവ്യനാ. ദിവ്യനല്ല, കള്ളൻ. കള്ളം പറയുന്നവൻ, ചതിക്കുന്നവൻ. ചതിച്ചു കഴിഞ്ഞു. എന്നെ മാത്രമല്ല, എല്ലാവരെയും. നീയടക്കം, നീലടക്കം, വേദയടക്കം, എല്ലാവരെയും. മനസ്സിലായില്ല? ഒരു കൊല്ലത്തിനുള്ളിൽ ആദ്യ ഭാര്യ മരിക്കുമെന്ന് നാരായൺജി നീലിനോട് പറഞ്ഞില്ലേ? ആ പറഞ്ഞത് നുണയായിരുന്നു. അങ്ങനൊരു ദോഷമേ നീലിന്റെ ജാതകത്തിലില്ല. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അങ്ങനെ തോന്നും കേൾക്കുന്നത് അതുപോലൊരു വാർത്തയാവുമ്പോ. ഞാൻ നുണയല്ല പറഞ്ഞത്, ഭ്രാന്തുമല്ല. സത്യം, നാരായൺജിയുടെ നാവിൽ നിന്ന് കേട്ട സത്യം. സംശയമുണ്ടെങ്കിൽ പോയി ചോദിക്കാം അയാളോട്. അയാള് തന്നെ വിവരം ഗൗരിയോട് പറയും. ജാതകപ്രകാരം ദീർഘസുമംഗലി യോഗമുണ്ട് സ്വാതിക്ക്. നിങ്ങൾ ആര് ശ്രമിച്ചാലും അതില്ലാതാക്കാൻ കഴിയില്ല. ഒരു കൊല്ലത്തിനുള്ളിൽ അവള് മരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരും തലയിൽ മുണ്ടിട്ട് നടക്കുന്നതായിരിക്കും നല്ലത്. വേദ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കേണ്ടി വരും. ജീവിതകാലം മുഴുവൻ ആ തടിച്ചിയുടെ ഭർത്താവായിട്ട് അപമാനം സഹിച്ച് കഴിയേണ്ടി വരും നീലിന്. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിക്കണ്ട, പക്ഷെ ഇതാണ് സത്യം. അയാൾ എല്ലാവരെയും വഞ്ചിക്കുകയായിരുന്നു, പറ്റിക്കുകയായിരുന്നു. നഷ്ടം നമുക്ക് എല്ലാവർക്കുവാ. ഇനി എന്താ വേണ്ടെന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ട. തീരുമാനിക്കും. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ പലതും തീരുമാനിക്കേണ്ടി വരും. പക്ഷെ അതിനു മുമ്പ് അതൊന്ന് ഉറപ്പിക്കണം. അതെനിക്ക് നാരായൺജിയുടെ നാവിന്ന് തന്നെ കേൾക്കണം. ചെന്നോളൂ. എന്നോട് പറഞ്ഞത് തന്നെ നാരായൺജി ഗൗരിയോടും പറയും. പോയി കേട്ടോളൂ. എന്താ ഒന്നും മിണ്ടാതെ മുനിയെ പോലെ നിൽക്കുന്നത്? എനിക്ക് വ്യക്തമായൊരു മറുപടി തരണം. നീൽ, അപ്പൊ ഞാൻ സംശയിച്ചത് ശരിയാണല്ലേ? നീലിന്റെ ഉള്ളിൽ ഇപ്പോ അവളാണുള്ളതല്ലേ? എന്ന് നിനക്ക് തോന്നിയോ? തോന്നി. എന്റെ തോന്നലുകളൊന്നും തെറ്റാറില്ല. നീ അങ്ങനെയാണോ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങളുടെ ഇതുപോലുള്ള വാചക കസത്തുകൾ കേൾക്കാനല്ല ഞാൻ വന്നത്. എനിക്ക് രണ്ടിലൊന്നും അറിയണം. എന്താ നീലിന്റെ തീരുമാനം? മരിക്കുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ സ്വാതിയെ കെട്ടിയത്. അവള് മരിക്കില്ല എന്ന് ഉറപ്പായി. ഇനി ഞാൻ എന്ത് ചെയ്യണം? കുഴയ്ക്കുന്ന ചോദ്യ നീ ഇപ്പൊ ചോദിച്ചത്. സത്യം പറഞ്ഞാൽ കൃത്യമായൊരു ഉത്തരം പറയാൻ ഈ സമയത്ത് എനിക്ക് പറ്റുന്നില്ല. നിന്റെ ഭാഗം ന്യായമാണ്. അതുപോലെ ന്യായമാണ് അവളുടെ ഭാഗവും അല്ലേ? എന്തൊരു ഇരിപ്പടി ഇത്. വന്നെന്തെങ്കിലും കഴിക്ക്. എനിക്ക് വേണ്ട. പട്ടിണി കിടന്ന നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരുവോ? പട്ടിണി കിടന്നാ തീരില്ല. നീലിന്റെ ഡിവോഴ്സ് നടന്നാ തീരും. അതൊന്നും നടക്കാൻ പോകുന്നില്ല. സ്വാതി സമ്മതിക്കില്ല. അവളുടെ സമ്മതം ആർക്ക് വേണം? ഇവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്. നീല് വേണ്ടത് ചെയ്തോളൂ. നിനക്ക് നാണമില്ലല്ലോ കെട്ടി ഒഴിയാൻ പോകുന്ന ഒരുത്തിനു വേണ്ടി സംസാരിക്കാൻ. എനിക്ക് വേണ്ടിയാ നീലി ത്യാഗമൊക്കെ സഹിക്കുന്നത്. ത്യാഗം? ഒരു പാവം പെണ്ണിനെ കണ്ണീർ ഒടിപ്പിക്കുന്നതാണോ ത്യാഗം? അവനെയൊക്കെ മുക്കാലി കെട്ടി അടിക്കാ വേണ്ടത്. നിങ്ങൾക്ക് ആർക്കും നീലിനെ ഇഷ്ടമല്ല, അതാ ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് പക്ഷെ അങ്ങനെയല്ല. ഡിവോഴ്സ് കഴിഞ്ഞു വരുന്ന നീലിന് വേണ്ടി കാത്തിരിക്കുക ഞാൻ. എന്തിന്? കെട്ടാൻ. അയ്യേ, ഒരു രണ്ടാം കെട്ടുകാരനെ കല്യാണം കഴിക്കാനോ? പിന്നെ എന്തിനാ നീല് ഡിവോഴ്സ് ചെയ്യാൻ പോന്നാ അമ്മ വിചാരിക്കുന്നത്? എനിക്ക് വേണ്ടിയാ. വക്കീൽ എന്താ ആലോചിക്കുന്നത്? എന്താ ഇപ്പൊ പറയേണ്ടത്? ഒരു കുടുംബം തകർത്തിട്ട് അതിന് പ്രതിഫലമായി കിട്ടുന്ന കാശുകൊണ്ട് ഉപജീവനം നടത്തേണ്ടി വരുന്നവരാണല്ലോ ഫാമിലി കോർട്ട് വക്കീലന്മാർ. ആ ഗതികേട്ടിനെ കുറിച്ച് ചിന്തിച്ചു പോയതാ. നീലിന് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണം. നീലിന്റെ ഭാഗത്ത് അതിനുവേണ്ട ന്യായങ്ങളും ഉണ്ട്. എന്ത് ന്യായം? ജാതക ദോഷം കൊണ്ട് ഒരു കൊല്ലത്തിനകം മരിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണോ ഇയാൾ ആ കുട്ടിയെ കെട്ടിയത്? അല്ലല്ലോ. എന്നിട്ട് ന്യായമുണ്ട് പോലും? ഒരു ന്യായവും ഇല്ല. വക്കീൽ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണം? ശരിയാ,
വക്കാലത്ത് തരുന്ന ഒരു കക്ഷിയുടെ താല്പര്യങ്ങളുടെ കൂടെ ഒരു വക്കീൽ നിൽക്കേണ്ടത്. ആ നിയമം ഞാനും പാലിക്കും. എന്നുവെച്ച് എനിക്ക് പറയാനുള്ളതൊന്നും പറയാൻ പാടില്ലെന്ന് വാശി പിടിക്കരുത്. വക്കീല് പറ, ഞാൻ എന്താ വേണ്ടത്? നീലൊന്നും വേണ്ട, വേണ്ടത് ഞാനാണല്ലോ. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള വേർപിരിയൽ നടക്കാൻ ഇനി ചാൻസ് ഇല്ല എന്നതുകൊണ്ട് നോട്ടീസ് അയക്കണം. എന്റെ കക്ഷിയായ നീൽ മകേഷ് എതിർ കക്ഷിയായ സ്വാതിയിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെടുന്നു. പക്ഷേ എന്ത് കാരണം പറയും? ഒരു ഭർത്താവ് ഒരു ഭാര്യയെ ഉപേക്ഷിക്കാന്ന് പറയുമ്പോൾ അതിന് തക്കതായ കാരണം വേണമല്ലോ. അവൾക്ക് പരപുരുഷ ബന്ധമുണ്ടോ? ഇല്ല. മാറാ രോഗങ്ങളുണ്ടോ? ഇല്ല. മദ്യപാനം പോലുള്ള ദുശീലങ്ങളുണ്ടോ? ഇല്ല. പിന്നെന്തു പറയും? കാരണമുണ്ടല്ലോ, തടി. തടിയോ? അതെ, തടി. സാറിന്റെ കക്ഷിയായ നീൽ മഹേഷ് ഒരു നടനും സമൂഹത്തിൽ അറിയപ്പെടുന്നവനുമാണ്. എന്നാൽ എതിർകക്ഷിയായ ടിയാന്റെ ഭാര്യയായ സ്വാതി നിരക്ഷരയും അസാമാന്യ തടിയുള്ളവളുമാണ്. ആ തടി കാരണം ഭാര്യയൊത്ത് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാൻ നീൽ മഹേഷിന് കഴിയുന്നില്ല. ആ, അഡ്വക്കേറ്റ് രാമോഹൻ കൊള്ളാവുന്ന വക്കീലാണെന്ന് തോന്നുന്നേ. ഫാമിലി കോർട്ടിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്നാ എനിക്ക് കിട്ടിയ വിവരം. കാശോടും വലിയ ആർത്തിയില്ല. നമുക്ക് രാമോഹൻ വക്കീലൻ തന്നെ വെച്ചാലോ? വരട്ടെ, നോക്കാം. അധികം സമയമില്ല അച്ഛാ. 15 ദിവസത്തിനകം മറുപടി കൊടുക്കണമെന്നാ നോട്ടീസിൽ. നീ എന്തിനാ ഇത്ര വാശി കാണിക്കുന്നത്? നോട്ടീസ് വന്നിരിക്കുന്നത് സ്വാതിക്കല്ലേ, അവള് വേണ്ടത് ചെയ്തോളൂ. അമ്മ എന്തൊക്കെയായി പറയുന്നത്? ഇങ്ങനെ ആയിരുന്നില്ലോ നമ്മൾ തീരുമാനിച്ചിരുന്നത്. അവളുടെ കാര്യത്തിൽ അങ്ങനെ അങ്ങ് ഇടപെടണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അവസാനം എല്ലാരും നമ്മളെ കുറ്റം പറയൂ. ആരും ഒന്നും പറയാൻ പോകുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ അവളെ സഹായിക്കാൻ നമ്മളല്ല വേറെ ആരാ ഉള്ളത്? ഏട്ടനുണ്ടല്ലോ. നമുക്കുള്ളതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തം ഏട്ടനാ. എന്നിട്ടും ഏട്ട ഒന്നും ഇടപെടുന്നില്ലല്ലോ. അങ്ങേർക്ക് ബുദ്ധിയുണ്ട്. ശേ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം തീരുമാനിച്ചിട്ട് ഒരു ദിവസം പോലും കഴിഞ്ഞില്ല. അതിനുമുമ്പ് മാറ്റി പറയാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? അവളെ സമാധാനിപ്പിക്കാനാ അപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ ചിന്തിച്ചപ്പോ കൂടുതൽ ഇടപെടുന്നത് അപകടമാണെന്ന് തോന്നി. അപ്പൊ നിങ്ങൾ കാലം മാറി. എനിക്ക് മനസ്സിലായ കാരണം എന്താണെന്ന്. സ്വാതിയെ സഹായിച്ച അവള് നമ്മുടെ ബാധ്യത തീരും എന്ന് പേടിച്ചിട്ടില്ലേ? ഏതായാലും നിങ്ങൾക്കുള്ള പേടി എനിക്കില്ല. അവൾ എനിക്ക് ഒരിക്കലും ഒരു ബാധ്യതയല്ല. അതുകൊണ്ട് ആര് തീർത്താലും ഞാൻ അവളെ സഹായിക്കും. അതിന്റെ പേരിൽ എന്ത് ദോഷം വന്നാലും ഞാൻ സഹിക്കുകയും ചെയ്യും. നിനക്കേ ഇത്തിരി ആവേശം കൂടുതലാ. അതാ എടുത്തു ചാടി ഓരോന്ന് ചെയ്യുന്നേ. ഞാൻ എന്ത് ചെയ്തു എന്നാ? നീലയച്ച വക്കീൽ നോട്ടീസിന് മറുപടി കൊടുക്കാൻ സ്വാതിയെ സഹായിക്കുന്നത് അത്ര വലിയ അപരാധമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഈ അവസ്ഥയിൽ അവളെ സഹായിക്കേണ്ടത് എന്റെ കടമയാ. എന്റെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും. നിങ്ങൾക്കത് ചെയ്യാമെങ്കിൽ ഞാൻ ചെയ്തോളാം. നിങ്ങളെപ്പോലെ പേടിച്ചൊളിക്കാൻ ഏതായാലും എനിക്ക് പറ്റില്ല. അവൾക്ക് ഡിവോഴ്സ് കിട്ടിയാ പിന്നെ അവളുടെ ഭാവി എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നീ? അത് ചിന്തിക്കുന്നതുകൊണ്ട് തന്നെയാ സഹായിക്കാന്ന് പറയുന്നത്. പിന്നെ ഇവിടെ താമസിക്കേണ്ടി വരുമെന്നുള്ള ഭയമാണെങ്കിൽ അത് തന്നെയാ സംഭവിക്കാൻ പോകുന്നത്. നീലിനെ പിരിഞ്ഞ അവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും. അത് നീ മാത്രം തീരുമാനിക്കേണ്ട കാര്യമല്ല. അതെ, ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതി. വെറുതെ വഴക്കിടാൻ വരണ്ട. സ്വാതിയുടെ ജീവിതം എങ്ങനെയൊക്കെ തീർത്തയില് നിങ്ങൾക്കും പങ്കുണ്ട്. വെറുതെ പഴയൊന്നും പുറത്തെടുക്കാൻ നോക്കണ്ട. അങ്ങനെ ചെയ്താ നാറുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. ഞാനേതായാലും രാമോഹൻ വക്കീലിനെ കാണും, വക്കാലത്ത് ഏൽപ്പിക്കും. ബാക്കിയൊക്കെ കോടതി തീരുമാനിക്കട്ടെ. ഓ, മനസമാധാനം പോയല്ലോ ഈശ്വര. നീ പേടിക്കണ്ട. കോടതി കാര്യമല്ലേ, കൊല്ലങ്ങൾ പിടിക്കും. നമ്മുടെ മുന്നിൽ സമയമുണ്ട്. ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ഓ, ഇങ്ങനെ ചിന്തിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? നീ എന്താ മറുപടി ഒന്നും പറയാത്തത്? നിന്റെ തീരുമാനം എന്താണെന്ന് എനിക്ക് അറിയണം. എനിക്കൊന്ന് ആലോചിക്കണം.
അപ്പൊ ഞാൻ പറഞ്ഞൊന്നും നിന്റെ തലയിൽ കയറിയില്ലേ?